വെൽക്കം ടു വരാന്ത റൈസ് യൂട്യൂബ് ചാനൽ. ഞാൻ മാളവിക. അപ്പോൾ നമ്മളിന്ന് SSC CPO റാപ്പിഡ് ഫയർ സീരീസിൻ്റെ ഡേ 18 വീഡിയോ ആണ് നോക്കുന്നത്. അപ്പോൾ ഇന്നും നമുക്ക് 10 ക്വസ്റ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സ് നോക്കി പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ? വിച്ച് ആർട്ടിക്കിൾ ഓഫ് Constitution of India deals with the appointment of ad hoc judges? Options നോക്കിയേ. ആർട്ടിക്കിൾ 126, ആർട്ടിക്കിൾ 127, ആർട്ടിക്കിൾ 128, ആർട്ടിക്കിൾ 125. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 127 ആണ്. അപ്പോൾ നമുക്ക് അതുമായിട്ട് നോക്കാം. ആർട്ടിക്കിൾ 127 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 127 ഡീൽസ് വിത്ത് ദ അപ്പോയിൻമെന്റ് ഓഫ് ദ അഡ് ഹോക് ജഡ്ജസ്. അഡ് ഹോക് ജഡ്ജസിന്റെ അപ്പോയിൻമെന്റിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 127 ഡീൽ ചെയ്യുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ പ്രസിഡന്റിന്റെ പ്രസൻസിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് അഡ് ഹോക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ സുപ്രീം കോർട്ടിലെ റിട്ടയർഡ് ജഡ്ജസ് ആണ് ഈ അഡ് ഹോക് ജഡ്ജസ് ആയിട്ട് അപ്പോയിന്റഡ് ആകുന്നത്. ആരാണ്? സുപ്രീം കോർട്ടിലെ റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജസ് ആണ് അഡ് ഹോക് ജഡ്ജസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. അതുപോലെ പ്രസിഡന്റിന്റെ പ്രസൻസിൽ ചീഫ് ജസ്റ്റിസ് ആണ് ആരെ? അഡ് ഹോക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബാക്കിയുള്ള കുറച്ച് ആർട്ടിക്കിളും കൂടി നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 125 പറയുന്നത് ജഡ്ജസിന്റെ സാലറിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 126 അപ്പോയിൻമെന്റ് ഓഫ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ അപ്പോയിൻമെന്റ് ആക്ടിങ്ങിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 126 പറയുന്നത്. ആർട്ടിക്കിൾ 128 അറ്റൻഡൻസ് ഓഫ് റിട്ടയർഡ് ജഡ്ജസ് അറ്റ് സിറ്റിംഗ് ഓഫ് ദ സുപ്രീം കോർട്ട്. ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 125, 126, 128 പറയുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. മാലിക് ആസിഡ് ഈസ് മോസ്റ്റ് അബണ്ടൻ്റ്ലി ഫൗണ്ട് ഇൻ ഡാഷ്. ഏതൊക്കെയാ ഓപ്ഷൻസ്? ഓക്കെ. ജിഞ്ചർ, ലെമൺ, ആപ്പിൾ, ടെമറിൻറ്റ്. ഏതാ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത്? ആപ്പിൾ ആണ്. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ആപ്പിൾ എന്താ? ആപ്പിൾസിലാണ് നമ്മൾ മാലിക് ആസിഡ് ഫൗണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാറ്റിൻ വേർഡായ മാലം എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് ഈ മാലിക് ആസിഡ് ഉണ്ടായിട്ടുള്ളത്. ലാറ്റിൻ വേർഡായ മാലം എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് മാലിക് ആസിഡ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഈ മാലം എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് ആപ്പിൾ എന്നാണ്. മാലം എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് ആപ്പിൾ. ലാറ്റിൻ വേർഡായ മാലത്ത് നിന്നാണ് മാലിക് ആസിഡ് വന്നിട്ടുള്ളത്. ഇനി പിന്നെ പറയുകയാണെങ്കിൽ ഇത് വൈന്, ഗ്രേപ്സ്, റുബാബ്, ക്യാരറ്റ്സ്, ബീൻസ്, മെനി അതർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ബാക്കി വരുന്ന അത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വൈന്, ഗ്രേപ്പ് തുടങ്ങിയ ഭക്ഷ്യപദാർത്ഥത്തിൽ നിന്നാണ് ഈ മാലിക് ആസിഡ് നമുക്ക് കിട്ടുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ഫ്ലേവറിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മാലിക് ആസിഡ് ഒരു ഫ്ലേവറിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ഓർഗാനിക് കെമിക്കൽ കോമ്പൗണ്ട് ആണ്. അതിൽ തന്നെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആറ്റംസ് പ്രസന്റ് ആയിട്ടുണ്ട്. ഈ മാലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് കെമിക്കൽ കോമ്പൗണ്ട് ആണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആറ്റംസ് ഇതിൽ പ്രസന്റ് ആണ്. ഇനി പിന്നെ പറയുകയാണെങ്കിൽ ഇതൊരു അൺസാച്ചുറേറ്റഡ് ആസിഡ് ആണ്. അതായത് ഒരു കാർബൺ ഡബിൾ ബോണ്ട് നമുക്ക് ഈ മാലിക് ആസിഡിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു അൺസാച്ചുറേറ്റഡ് ആസിഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല നോക്കിയേ. C4H6O5. C4H6O5 എന്നാണ് മാലിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല വരുന്നത്. ഇനിയിപ്പോൾ ഈ മാലിക് ആസിഡ് എന്ന് പറയുന്നൊരു ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. മാലിക് ആസിഡ് എന്ന് പറയുന്നൊരു ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് അതിൽ ആസിഡ് പ്രസൻറ്റ് ചെയ്യുന്നത് നോക്കിയാണ്. ജിഞ്ചറിൽ വരുന്നതാണ് അരിസ്റ്റോലോച്ചിക് ആസിഡ്. അതുപോലെ ടെമറിനിൽ ടാർട്ടാറിക് ആസിഡ്, പിന്നെ വിനെഗറിൽ അസറ്റിക് ആസിഡ്, മിൽക്കിൽ ലാക്റ്റിക് ആസിഡ്, ലെമണിൽ സിട്രിക് ആസിഡ്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന ഫുഡ് ഐറ്റംസും അതിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആസിഡും. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ amylase enzyme can be found in ഓപ്ഷൻസ് ഓക്കെ. ദ സ്റ്റൊമക്, ലിവർ, ഗോൾ ബ്ലാഡർ, സലൈവ. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സലൈവയാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എമിലൈസ് എന്ന് പറയുന്നത് ഒരു ഡൈജസ്റ്റീവ് എൻസൈമാണ്. അതെന്ത് ചെയ്യും? സ്റ്റാർച്ചിനെ ബ്രേക്ക് ചെയ്തിട്ട് സ്മോൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസ് ആക്കി മാറ്റും. സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്മോൾ കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസ് ആക്കി മാറ്റലായിരിക്കും എമിലൈസ് ചെയ്യുന്നത്. അതുപോലെ അതൊരു ഡൈജസ്റ്റീവ് എൻസൈമാണ്. അതുപോലെ തന്നെ ഇത് എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്? ഹ്യൂമൻസിലെ സലൈവയിലാണ് ഈ അമിലൈസ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് എവിടെ രണ്ട് ഏരിയയിലാണ് നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് സലൈവറി ഗ്ലാൻസിലാണ് നമുക്ക് ഒരു സ്ഥലത്ത് അമിലൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ സലൈവറി അമിലൈസ് എന്നാണ് പറയുന്നത്. സലൈവറി ഗ്ലാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമിലൈസിനെ നമ്മൾ സലൈവറി അമിലൈസ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും?
ഈ സ്റ്റാർച്ചിനെ എന്ത് ചെയ്യിച്ചാൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മാൾട്ടോസും അതുപോലെ തന്നെ സ്മോളർ കാർബോഹൈഡ്രേറ്റ്സ് ആക്കിയിട്ട് ഫോം ചെയ്യും. സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മാൾട്ടോസും അതുപോലെ തന്നെ സ്മോളർ കാർബോഹൈഡ്രേറ്റ്സ് ആക്കി മാറ്റലായിരിക്കും സലൈവറി ഗ്ലാൻഡ്സിലെ സലൈവറി അമിലേസ് ചെയ്യുന്നത്. അതിൽ ഒന്ന് നമ്മൾ സലൈവറി ഗ്ലാൻഡിലാന്ന് പറഞ്ഞു. അടുത്തത് വരുന്നതാണ് പാൻക്രിയാസിലെ സെൽസിൽ. പാൻക്രിയാസിലെ സെൽസിലാണ് അടുത്തത് വരുന്ന ഏത് അമിലേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമിലേസിനെ പാൻക്രിയാറ്റിക് അമിലേസ് എന്നാണ് പറയുന്നത്. ഒന്ന് സലൈവറി ഗ്ലാൻഡിൽ, അതുപോലെ തന്നെ അടുത്തതാണ് പാൻക്രിയാസിലെ സെൽസിൽ. പാൻക്രിയാസിലെ സെൽസിലുള്ളത് പാൻക്രിയാറ്റിക് അമിലേസ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ pH വാല്യൂ നോക്കുകയാണെങ്കിൽ 5 തൊട്ട് 10.5 വരെയാണ് ഇതിൻ്റെ pH വാല്യൂ റേഞ്ച് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒപ്റ്റിമൽ pH എന്ന് പറയുന്നത് 7 ആണ്. അതിൻ്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ 5 to 10.5ഉം ഒപ്റ്റിമൽ pH എന്ന് പറയുന്നത് 7 ആണ്. നമ്മൾ എൻസൈംസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എൻസൈംസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് മെയ്ഡ് ഫ്രം അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് ഫോം ചെയ്യുന്ന പ്രോട്ടീൻസിനെയാണ് നമ്മൾ എൻസൈംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് മെയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് അമിനോ ആസിഡ്സ്, 100,000 അമിനോ ആസിഡ്സ് ഒരു യുണീക്ക് കോഡ് വെച്ചിട്ടാണ് ഈ എൻസൈംസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പണ്ഡിറ്റ് ബിർജു മഹാരാജ് റിസീവ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അവാർഡ് ഇൻ 1986? ഓപ്ഷൻസ് ഓക്കെ. പത്മഭൂഷൺ, പത്മശ്രീ, പത്മവിഭൂഷൺ, കാളിദാസ് സമ്മാൻ. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പത്മവിഭൂഷൺ ആണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പണ്ഡിറ്റ് ബിർജു മഹാരാജ്, ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിലും കുറേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് എന്ന് പറഞ്ഞാൽ ബിർജ് മോഹൻ മിശ്ര. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറഞ്ഞാൽ പണ്ഡിറ്റ് ബിർജ് മോഹൻ മിശ്ര എന്നാണ് അദ്ദേഹത്തിന് യഥാർത്ഥ പേര് വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം കഥക്കിൽ ലക്നൗ ഘരാനയിൽ പെട്ട വ്യക്തിയാണ് പണ്ഡിറ്റ് ബിർജു മഹാരാജ്. പിന്നെ പറയുകയാണെങ്കിൽ 1986 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടി. പിന്നെ അദ്ദേഹം ജനിച്ചത് നോക്കിയേ, ഹാൻഡിയ എന്ന് പറഞ്ഞ സ്ഥലം. 4 ഫെബ്രുവരി 1938 ആര് പണ്ഡിറ്റ് ബിർജു മഹാരാജ് ജനിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹം മരിച്ചത് ഡൽഹിയിലാണ്. എപ്പം? 17 ജനുവരി 2022. 17 ജനുവരി 2022 അദ്ദേഹം മരിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന് കിട്ടിയ ബാക്കിയുള്ള കുറച്ച് അവാർഡ്സും കൂടി നോക്കുകയാണെങ്കിൽ നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് കൊറിയോഗ്രാഫി ഏത് വർഷം? 2013. നമ്മൾ ഇത് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? അദ്ദേഹത്തിന് വിശ്വരൂപം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് കൊറിയോഗ്രാഫിക്കാണ് അദ്ദേഹത്തിന് നാഷണൽ ഫിലിം അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഏത് വർഷം? 2013. ഇനിയിപ്പം സംഗീത നാടക അക്കാദമി അവാർഡ് നോക്കുകയാണെങ്കിൽ 1964 അദ്ദേഹത്തിന് കിട്ടി. അതുപോലെ തന്നെ ഫിലിം ഫെയർ അവാർഡ് ബെസ്റ്റ് കൊറിയോഗ്രാഫിക്ക് അദ്ദേഹത്തിന് 2016 കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ക്വസ്റ്റിൽ തന്നെ 1986 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയതിനെ കുറിച്ചായിരുന്നു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ when was the national emergency declared for the first time under Article 352? Options okay. 1963 to 69, 1961 to 65, 1961 to 67, 1962 to 68. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 1962 to 68 ആണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് 26 ഒക്ടോബർ 1962 നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത്. ഏത്? ആദ്യത്തെ നാഷണൽ എമർജൻസി 26 ഒക്ടോബർ 1962 നമുക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് നമുക്ക് നോക്കിയാൽ കൊല്ലം നോക്കിയാൽ 1962. അപ്പോൾ ഈ 62നെ തിരിച്ചിട്ടാൽ 26 ഒക്ടോബർ 1962 ആദ്യമായിട്ട് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത്. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യ ചൈന വാർ നടക്കുന്നത് കൊണ്ടാണ് ആദ്യമായിട്ട് നമ്മൾ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇതുവരെയായിട്ട് 3 പ്രാവശ്യമാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്ന് 1962 ചൈന വാർ, പിന്നെ 1971 പാകിസ്ഥാൻ വാർ, പിന്നെ 1975 ഇന്റേണൽ ഡിസ്റ്റർബൻസ്. ഇതിനൊക്കെ ആയിട്ടാണ് നമ്മൾ 3 തവണയായിട്ട് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു. ആരാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത്? പ്രസിഡന്റാണ്, ഇന്ത്യൻ പ്രസിഡന്റാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത്. എങ്ങനെ? നമ്മുടെ കൺട്രിക്ക് വല്ല ക്രൈസിസോ അതുപോലെ എന്തെങ്കിലും ത്രെട്ടൻ വരുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്തെങ്കിലും വരുക എന്ന് പറഞ്ഞാലും പ്രസിഡന്റിന് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം. പിന്നെ പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 352. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. ഇനി ആർട്ടിക്കിൾ 356 നോക്കിയേ. ആർട്ടിക്കിൾ
356 എന്താ പറയുന്നത്? പ്രസിഡൻസ് റൂൾ ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി. പ്രസിഡന്റിന്റെ റൂളിനെ കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 356 പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി. ഫിനാൻഷ്യൽ എമർജൻസിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 360 പറയുന്നത്. ഇനി നമ്മൾ വരാന്ത റൈസിൻ്റെ 6th ലെവൽ പ്രാക്ടീസ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എക്സ്പെർട്ട് ഫാക്കൽറ്റി വന്നിട്ട് നമുക്ക് ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അത് കഴിയുമ്പോൾ ബേസിക് സർക്കിൾസ് ഉണ്ട്. ബേസിക് സർക്കിൾസ് എന്ന് പറയുമ്പോൾ 5-6 ആളായിട്ടുള്ള കുട്ടികളായി ഇരുത്തി ഓരോ ഗ്രൂപ്പായിട്ട് അവർക്ക് ബേസിക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ കൂടെ അവർക്ക് മെൻറ്റർ സപ്പോർട്ട് കൂടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിയുമ്പം അവർ പ്രിലിംസ് ഒക്കെ പാസ്സാകുന്ന തരത്തിലുള്ള ക്യാപ്പബിൾ ആകുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ അവർക്ക് എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും. അത് പാസ്സാകുന്നവരെ എക്സ്ട്രീം സർക്കിൾസിലേക്ക് പാസ് ചെയ്യും. എക്സ്ട്രീം സർക്കിൾസും ഇതുപോലെ സർക്കിൾ ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടാവും. അവർക്ക് മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. അതുകൂടാതെ അവർക്ക് കുറച്ചും കൂടി ഹയർ ലെവൽ മെറ്റീരിയൽ ആയിരിക്കും ചെയ്യാൻ കൊടുക്കുന്നുണ്ടാവും. ഒരു അഡ്വാൻസ് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർക്ക് എക്സ്ട്രീം സർക്കിൾസിൽ ചെയ്യാൻ കൊടുക്കുന്നുണ്ടാവുക. അത് കഴിയുമ്പോൾ സൂപ്പർ ബാച്ചസ് ഉണ്ട്. സൂപ്പർ ബാച്ചസ് എന്ന് പറയുമ്പം എക്സാം ഓറിയൻറ്റഡ് ആണ് സൂപ്പർ ബാച്ചസ് വരുന്നത്. എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് 1-2 മാസത്തിനിടക്കായിട്ടായിരിക്കും സൂപ്പർ ബാച്ചസ് തുടങ്ങുന്നുണ്ടാവുക. അത് കഴിയുമ്പോൾ റിപ്പ് സെക്ഷൻ ഉണ്ട്. റിപ്പ് സെക്ഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ചെയ്ത് നമ്മുടെ സ്പീഡും കൺസിസ്റ്റൻസിയും വർദ്ധിപ്പിക്കുക എന്നതാണ് റിപ്പ് സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ ഉണ്ട്. മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പേർട്ട് പാനലിൻ്റെ അണ്ടറിൽ നമ്മൾ ആ ഒരു എൻവയോൺമെൻറ്റിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ വരാന്ത റൈസിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു സ്റ്റുഡൻറ്റും ഈ 6th ലെവൽ പ്രാക്ടീസ് മെത്തേഡിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് വരാന്ത റൈസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സസ് നോക്കുകയാണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ റെഗുലർ ബാച്ചസ് ഉണ്ട്. അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ക്ലാസ്സുകളും ഉള്ളതാണ്. അതുപോലെ ഓൺലൈൻ ക്ലാസ്സസും ഉണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് കെമിക്കൽ എലമെന്റ് ആൻഡ് ദർ സിംബൽ ഈസ് ഇൻകറക്റ്റ്? ഓപ്ഷൻസ് നോക്കിയേ. ഫോസ്ഫറസ് P, പൊട്ടാസ്യം PO, അയൺ Fe, അയഡിൻ I. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പൊട്ടാസ്യം PO. അതായത് ഫോസ്ഫറസ് P ആണ്, അയൺ Fe ആണ്, അയഡിൻ I ആണ്. പക്ഷേ പൊട്ടാസ്യം എന്ന് പറയുന്നത് PO അല്ല. പൊട്ടാസ്യം എന്ന് പറയുന്നത് ഏതാ? പൊട്ടാസ്യം എന്ന് പറയുന്നത് K ആണ്. സിമ്പിൾ K വെച്ചിട്ടാണ് നമ്മൾ പൊട്ടാസ്യത്തിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അറ്റോമിക് നമ്പർ നോക്കിയേ. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 19 ആണ്. അതുപോലെ തന്നെ ഇതൊരു സിൽവറി വൈറ്റ് മെറ്റീരിയലാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് സ്മൂത്ത് ആണ്. എങ്ങനെ നമുക്ക് കത്തി വെച്ച് മുറിക്കുകയാണെങ്കിൽ അധികം ഫോഴ്സ് ഒന്നും കൊടുക്കാതെ പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടുന്ന തരത്തിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റലാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് അറ്റ്മോസ്ഫിയർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം അത് ഫ്ലേക്കി വൈറ്റ് പൊട്ടാസ്യം പെറോക്സൈഡ് ഫോം ചെയ്യും. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ലക്ഷ്മിപ്രിയ മോഹപത്ര വാസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലാസിക്കൽ ഡാൻസസ് ഓഫ് ഇന്ത്യ? ഓപ്ഷൻസ് ഓക്കെ. സത്രിയ, കഥകളി, ഒഡീസി, കുച്ചിപ്പുടി. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒഡീസിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ലക്ഷ്മിപ്രിയ മോഹപത്ര എന്ന് പറഞ്ഞൊരു ഒഡീസി ഡാൻസറാണ്. അതുപോലെ അവർ ഫേമസ് ഡാൻസറായ കേളുചരൺ മോഹപത്രയുടെ വൈഫാണ്. അതുകൂടാതെ 1942 അവരുടെ ചെറിയ വയസ്സിൽ തന്നെ അവർ അവരുടെ ഡാൻസിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാംഗ്വേജസ് ഡിഡ് അമോഘ വർഷ റൈറ്റ് കവിരാജ മാർഗ? ഓപ്ഷൻസ് ഓക്കെ. തമിഴ്, സാൻസ്ക്രിത്, കന്നഡ, തെലുങ്കു. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കന്നഡയാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കവിരാജമാർഗ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്, ഒരു വർക്കാണ്. അത് കന്നഡ ലാംഗ്വേജിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതൊരു പണ്ട് കാലത്തേ ഉള്ള ഒരു ഏർലിയസ്റ്റ് വർക്കായിരുന്നു കവിരാജമാർഗ എന്ന് പറയുന്നത്. അതിലെന്താ പറയുന്നത്? റിട്ടോറിക്, പോയറ്റിക്, ഗ്രാമർ ഇതൊക്കെയായിരുന്നു കവിരാജമാർഗയിൽ പറയുന്നുണ്ടായത്. ഇത് ആരെഴുതിയ പുസ്തക? രാഷ്ട്രകൂട കിങ്ങായ അമോഘ വർഷ ഒന്നാമനാണ് ഈ കവിരാജമാർഗ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ പല ചരിത്രകാരന്മാരും പറയുന്നൊരു കാര്യമാണ് ഒരു സംസ്കൃത് ട്രസ്റ്റായ കാവ്യദർശിയുമായിട്ട് കുറേ സിമിലാരിറ്റി ഉള്ളൊരു പുസ്തകമാണ് കവിരാജമാർഗ എന്ന് പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നൊരു കാര്യമാണ്. ഇനി പിന്നെ പറയുകയാണെങ്കിൽ പല ചരിത്രകാരന്മാരും വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഓഥർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സദസ്സിലെ ഒരു പാട്ടുകാരനായ കവിയായ ശ്രീവിജയ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ റൈറ്റർ എന്നും പല ചരിത്രകാരന്മാരും ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി പിന്നെ പറയുകയാണെങ്കിൽ റോയൽ പാത്ത് ഫോർ പോയറ്റ്സ് എന്നായിരുന്നു അതിൻ്റെ മീനിങ് വരുന്നത്. കവിരാജമാർഗയുടെ മീനിങ് വരുന്നത് റോയൽ പാത്ത് ഫോർ പോയറ്റ്സ്. അതുപോലത്തെ ഈ പുസ്തകം എന്ന് പറയുന്നത് പോയറ്റ്സിനും അതുപോലെ സ്കോളേഴ്സിനുള്ളൊരു ഗൈഡ് ലൈൻ ബുക്കായിരുന്നു ഈ കവിരാജമാർഗ എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ പുസ്തകം പിന്നെ വരുന്ന തലമുറക്ക് പണ്ട് കാലത്തുണ്ടായ പ്രോസും പോയട്രിയെ കുറിച്ചുള്ള
പാഠങ്ങൾ കിട്ടാൻ നല്ലൊരു മുതൽക്കൂട്ടായി മാറുകയായിരുന്നു ഈ കവിരാജമാർഗ. പിന്നെ അമോഘവർഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം 814 തൊട്ട് 878 കാലഘട്ടത്തിലായിരുന്നു അമോഘവർഷൻ ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രകൂട റൂളറായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ സക്സസർ എന്ന് പറയുന്നത് ഗോവിന്ദ മൂന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സക്സസർ. പിന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയ ക്യാപിറ്റലായിരുന്നു മാന്യഖേദ എന്ന് പറയുന്നത്. അപ്പോൾ കർണാടകയിലെ മാൽഖേദ് എന്ന് പറഞ്ഞു, ഇന്ന് കർണാടകയിലുള്ള മാൽഖേദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാന്യഖേദ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. അതുപോലെ വാറിന് അതായത് യുദ്ധങ്ങൾക്ക് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. യുദ്ധങ്ങൾക്ക് അവർ ലിറ്ററേച്ചർ അതുപോലെ റിലീജിയൻ ഇവയ്ക്കായിരുന്നു അമോഘവർഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാക്കി വരുന്ന ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കവിരാജമാർഗ, കന്നഡയിലുള്ള കവിരാജമാർഗയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്. പിന്നെ സംസ്കൃതത്തിൽ വരുന്ന പ്രശ്നോത്തര രത്നമാലിക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സംസ്കൃതത്തിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ്. അതുപോലെ അദ്ദേഹം റിലീജിയൻസിന് കുറേ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ജൈനിസം, ബുദ്ധിസം, ഹിന്ദുയിസം ഇങ്ങനെ ഈ 3 മതങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്തു വെച്ചാൽ ഒരു ബുദ്ധനായ ജൈനിസ്തനായ ജീനസേന എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിനെ ജൈനിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ഉണ്ടായി. ഇനി നമ്മൾ ഇന്നത്തെ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വെസ്റ്റോൺ ബ്രിഡ്ജസ് ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് യൂസ്ഡ് ഫോർ അക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഓപ്ഷൻസ് ഓക്കെ 3, 6, 5, 4. ഏതാ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ വെസ്റ്റോൺ ബ്രിഡ്ജിൽ നമ്മൾ 4 റെസിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്തിന് വെസ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ബ്രിഡ്ജ് എന്നും കൂടി അതിന് പേരുണ്ട്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ദ അൺനോൺ റെസിസ്റ്റൻസ്, ഒരു അൺനോൺ ആയിട്ടുള്ള റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വെസ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞു 4 റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. അതിൽ തന്നെ 2 നോൺ റെസിസ്റ്റേഴ്സ് ആയിരിക്കും, അതുപോലെ തന്നെ 1 അൺനോൺ റെസിസ്റ്റർ ആയിരിക്കും, പിന്നെ 1 എന്ന് പറഞ്ഞാൽ വേരിയബിൾ റെസിസ്റ്റർ ആയിരിക്കും. ഈ 4 1 അൺനോണും അതുപോലെ തന്നെ 2 നോൺ റെസിസ്റ്റേഴ്സും പിന്നെ 1 വേരിയബിൾ റെസിസ്റ്റർ ആയിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ എന്താ വെസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നൾ ഡിഫ്ലക്ഷൻ ആണ് ഈ വെസ്റ്റേൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നോർമൽ കണ്ടീഷനിൽ കറണ്ട് എന്ത് ചെയ്യിച്ചാൽ ഗാൽവനോമീറ്ററിനെ ഓവർഫ്ലോ ചെയ്യും. എന്നാൽ ബാലൻസ്ഡ് കണ്ടീഷനിലാണെങ്കിൽ ഗാൽവനോമീറ്ററിൽ കറണ്ട് പാസ് ചെയ്യില്ല. പിന്നെ പറയുകയാണെങ്കിൽ ദിസ് കണ്ടീഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ കൺഫേമിംഗ് ദ നോൺ റെസിസ്റ്റൻസ് ആൻഡ് വേരിയബിൾ റെസിസ്റ്റൻസ്. നോൺ റെസിസ്റ്റൻസും വേരിയബിൾ റെസിസ്റ്റൻസും വെച്ച് നമുക്ക് ഈ കണ്ടീഷനെ അച്ചീവ് ചെയ്യാം. ഇനി ഇത് വെസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ ഫോമുല നോക്കിയേ, R = PS/Q. അതാണ് വെസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ ഫോമുല വരുന്നത്. ഇതിൽ R എന്ന് പറയുന്നത് നോൺ റെസിസ്റ്റൻസ് ആണ്, അതുപോലെ S എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആം ഓഫ് ദ ബ്രിഡ്ജ് ആണ്, P and Q ആർ ദ റേഷ്യോ ഓഫ് ദ ആം ഓഫ് ദ ബ്രിഡ്ജ്. ഇതാണ് R = PS/Q എന്നുള്ളതാണ് വെസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ ഫോമുല വരുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ 10ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മോഡിറ്റീസ് ആർ എക്സെംപ്റ്റഡ് ഫ്രം GST? ഓപ്ഷൻസ് ഓക്കെ ഹാൻഡ് സാനിറ്റൈസേഴ്സ്, പെൻസ്, ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ, വെന്റിലേറ്റേഴ്സ്. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ ആണ്. നമ്മൾ GST കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പുതുതായിട്ട് വന്നതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, GST എന്ന് പറയുന്നത്. പണ്ടുണ്ടായിരുന്ന ടാക്സ് എല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ GST എന്ന് പറഞ്ഞ ടാക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റി, ഒരു സാധനം ഉണ്ടാക്കുന്നതിന് തുടക്കം തൊട്ട് അവസാനമുള്ള സ്റ്റേജ് വരെയും GST വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് മുമ്പുണ്ടായിരുന്ന ടാക്സ് എന്ന് പറയുമ്പോൾ എല്ലാ ടാക്സും കൂട്ടിയിട്ട് ലാസ്റ്റ് ഫൈനൽ കൺസ്യൂം ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഈ ടാക്സ് അടച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഈ ടാക്സ് എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പിലുള്ള വ്യക്തി, ഇപ്പം ഒരു സാധനം മാനുഫാക്ചർ ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള വ്യക്തി ഈ മാനുഫാക്ചർ ചെയ്തതിൻ്റെ ടാക്സ് കൊടുക്കും. ആ ഒരു തരത്തിലാണ് ഇന്നത്തെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വരുന്നത്. അപ്പോൾ ഫൈനലായിട്ട് വാങ്ങുന്ന വ്യക്തിക്ക് എല്ലാം കൂടിയുള്ള അഡീഷണൽ ആയിട്ടുള്ള ടാക്സ് ആയിരിക്കില്ല വരുന്നത്. അപ്പോൾ ഫൈനൽ കൺസ്യൂമേഴ്സിന് അതൊരു ബേർഡൻ മാറിക്കിട്ടുകയാണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വെച്ചിട്ട് കിട്ടുന്നത്. ഇനി ഇതിൽ നിന്ന് എക്സെംപ്റ്റ് ചെയ്ത 2 ടാക്സാണ് ഉള്ളത്. ഒന്ന് ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷനും പിന്നെ വരുന്നതാണ് പെട്രോളിയം പ്രൊഡക്ട്സും. പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ നോക്കുകയാണെങ്കിൽ പെട്രോളിയം പ്രൊഡക്ട്സ് ആയ പെട്രോളിയം ക്രൂഡ്, മോട്ടോർ സ്പിരിറ്റ്, അതുപോലെ ഹൈ സ്പീഡ് ഡീസൽ, നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ, ഇതൊക്കെ നമ്മൾ GSTന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 10 ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പോവുക. അടുത്ത ദിവസം നമുക്ക് വേറെ 10 ക്വസ്റ്റ്യനുമായിട്ട് കാണാം.